Today we are going to discuss about reflection of waves. First of all, we have to discuss about reflection of waves at a rigid boundary. A rigid boundary or a closed end എന്നാണ് നമ്മൾ പറയാം. ഒരു റിജിഡ് ബൗണ്ടറിയിൽ വേവ്സിനുണ്ടാവുന്ന റിഫ്ലക്ഷൻ. എ ട്രാവലിംഗ് വേവ് അറ്റ് എ റിജിഡ് ബൗണ്ടറി ഓർ എ ക്ലോസ്ഡ് എൻഡ്, അങ്ങനെ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ആ ട്രാവലിംഗ് വേവ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു ഫേസ് റിവേഴ്സലോട് കൂടിയാണ്. അതായത് ഒരു ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ്സ്. ഇൻസിഡൻറ്റ് വേവിനുള്ള ഇക്വേഷൻ വൈ ഐ എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഇൻസിഡൻറ്റ് വേവ് ലൈക്ക് ദിസ്. ദെൻ ദ റിഫ്ലക്റ്റഡ് വേവ് ഈസ് വിത്ത് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ. ആ ഇൻസിഡൻ്റ് ചെയ്ത വേവ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പൈ ഫേസ് ഡിഫറൻസോട് കൂടിയായിരിക്കും. ഒരു ബൗണ്ടറിയിൽ വന്ന് തട്ടി തിരിച്ചു വരുമ്പോൾ അതൊരു പൈ ഫേസ് ഡിഫറൻസോട് കൂടി, അതായത് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. ദെൻ ആ റിഫ്ലക്റ്റഡ് വേവിനുള്ള ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ വൈ ആർ എക്സ് ടി. റിഫ്ലക്റ്റഡ് ആയതുകൊണ്ടാണ് ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Then it is equal to a sin kx plus omega t plus pi. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പ്ലസ്. ദെൻ ഒരു ഫേസ് റിവേഴ്സൽ പൈ ഫേസ് റിവേഴ്സൽ ഉള്ളതുകൊണ്ട് പ്ലസ് പൈ. ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് വൈ ആർ എക്സ് ടി is equal to മൈനസ് എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഇതിനെ താഴെ കാണുന്ന രീതിയിൽ നമുക്ക് പിക്ചറൈസ് ചെയ്യാം. ഇൻസിഡൻറ്റ് പൾസസ് ആസ് ഷോൺ ഇൻ ദ ലെഫ്റ്റ് കേസ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് പൾസ്, ഇൻവേർട്ടഡ് റിഫ്ലക്റ്റഡ് പൾസസ് ആസ് ഷോൺ ഇൻ ദ റൈറ്റ് കേസ്. ദെൻ ദ സെക്കൻഡ് കേസ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് വേവ് അറ്റ് ആൻ ഓപ്പൺ ബൗണ്ടറി. ആൻ ഓപ്പൺ ബൗണ്ടറി മീൻസ് such as in the case of a string tied to a freely moving ring on a road. ഫ്രീലി മൂവ് ചെയ്യുന്ന ഒരു റിംഗ് ഓൺ എ റോഡ്, അത്തരം കേസുകളിലാണ് നമ്മൾ ഓപ്പൺ ബൗണ്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓപ്പൺ ബൗണ്ടറിയുടെ കേസിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ചേഞ്ച് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. എ ട്രാവലിംഗ് വേവ് അറ്റ് ആൻ ഓപ്പൺ ബൗണ്ടറി ഈസ് റിഫ്ലക്റ്റഡ് വിത്തൗട്ട് എനി ഫേസ് ചേഞ്ച്. So in the case of an open boundary, the reflected wave is represented as same as that of the incident wave. Y r x t is equal to a sin k x plus omega t. Pictorially we can represent as a shown in the diagram. Incident pulse in the same പോലെ തന്നെയായിരിക്കും റിഫ്ലക്റ്റഡ് പൾസ്. നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ്, റിജിഡ് ബൗണ്ടറിയുടെ കേസിലാണെങ്കിൽ ദ ഫിനോമിനൻ ഓഫ് എക്കോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിഫ്ലക്ഷൻ ബൈ എ റിജിഡ് ബൗണ്ടറി. ആൻഡ് ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ദർ ഈസ് നോ ഫേസ് ചേഞ്ച് ഓൺ റിഫ്ലക്ഷൻ അറ്റ് എ റിജിഡ് ബൗണ്ടറി. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിജിഡ് ബൗണ്ടറിയുടെ കേസിൽ ഫേസ് ചേഞ്ച് ഉണ്ടായിരിക്കുകയില്ല. ബട്ട് ഓപ്പൺ ബൗണ്ടറിയുടെ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് ഒരു ഫേസ് ചേഞ്ച് ഓഫ് പൈ ഒക്കേഴ്സ്. ക്ലോസ്ഡ് എൻഡ് ഓഫ് എ പൈപ്പ് എന്ന് പറയുന്നത് ഒരു റിജിഡ് ബൗണ്ടറിക്ക് എക്സാമ്പിളാണ്. ഓപ്പൺ എൻഡ് ഓഫ് എ പൈപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പൺ ബൗണ്ടറി. വി ഷാൽ ഡിസ്കസ് ദിസ് ലേറ്റർ. നെക്സ്റ്റ് ഈസ് സ്റ്റാൻഡിംഗ് വേവ്സ് ആൻഡ് നോർമൽ മോഡ്സ്. സെയിം ആംപ്ലിറ്റ്യൂഡും സെയിം ഫ്രീക്വൻസിയും ഉള്ള രണ്ട് ട്രാവലിംഗ് വേവ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് ട്രാവലിംഗ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിസൾട്ടിംഗ് വേവ് പാറ്റേൺ ഡസ് നോട്ട് മൂവ് ടു ഐദർ സൈഡ്. ദിസ് പാറ്റേൺ ഈസ് കോൾഡ് സ്റ്റാൻഡിംഗ് വേവ്സ്. മാത്തമാറ്റിക്കലി വി ക്യാൻ അനലൈസ് ദ സ്റ്റാൻഡിംഗ് വേവ്സ്. ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, the first wave is y1 xt is equal to a sin kx minus omega t. And the wave moving in the negative x direction, that is the reflected wave of the same amplitude,
y2 xt is equal to a sin kx plus omega t. By the principle of superposition, the resultant wave yxt is equal to y1 xt plus y2 xt. That is equal to a sin kx minus omega t plus a sin kx plus omega t. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി ഗെറ്റ് yxt is equal to 2a sin kx cos omega t. We can see that the resultant wave is not a travelling wave since there is no term containing kx minus omega t or kx plus omega. നമുക്ക് ലഭിച്ച റിസൾട്ടൻ വേവിൽ കെ എക്സ് മൈനസ് ഒമേഗ ടിയോ കെ എക്സ് പ്ലസ് ഒമേഗ ടി അങ്ങനെ ഒരു ടേം ഇല്ലാത്തത് കൊണ്ട് ഈ റിസൾട്ടൻ വേവ് ഒരു ട്രാവലിംഗ് വേവ് അല്ല, അതൊരു സ്റ്റാൻഡിങ് വേവ് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു ദ റിസൾട്ടൻ വേവ് cannot move on either side. So we can call it as a standing wave. From this equation we can find out that the amplitude of the wave is given by 2a sin kx. This is a function of x. That is, the amplitudes are different at different points. Amplitude ഓരോ പോയിന്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. Now we are going to discuss about 2 points, nodes and antinodes. What are nodes? The positions of zero amplitude in a standing wave are called nodes. ഒരു സ്റ്റാൻഡിംഗ് വേവിൽ സീറോ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുന്ന പൊസിഷൻസിനെ ഡിനോട്ട് ചെയ്യാനാണ് നോഡ്സ് എന്നത് ഉപയോഗിക്കുന്നത്. നോഡ്സിനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഫ്രം ദിസ് ഇക്വേഷൻ we know amplitude is equal to 2a sin kx. So amplitude becomes 0 when sin kx is equal to 0 or kx is equal to n pi. But we know k is equal to 2 pi by lambda. So 2 pi by lambda into x is equal to n pi or x is equal to n lambda by 2. Here n is equal to 0, 1, 2, 3, etc. n-ൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ we get the distance between two consecutive nodes. That is, x1, x2 കണ്ടുപിടിച്ചാൽ x1 minus x2 or x2 minus x1 എടുത്താൽ we get lambda by 2. So, we can say that the condition for node, the condition to get node is x is equal to n lambda by 2. Now, antinodes. The positions of maximum amplitude are called antinodes. Maximum amplitude ലഭിക്കുന്ന പൊസിഷനാണ് antinodes. From the equation of amplitude, we can write, in this case, maximum amplitude ആണെങ്കിൽ we can write sin kx is equal to 1. That implies kx is equal to 2n plus 1 into pi by 2 or 2 pi by lambda into x is equal to 2n plus 1 pi by 2. That gives x is equal to 2n plus 1 into lambda by 4. ഇവിടെയും നമ്മൾ x1, x2, x3, x4 ഇങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x1 മൈനസ് x2 അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ we get the distance between two consecutive antinodes as lambda by 2. So, here we get the condition for antinode as 2n plus 1 into lambda by 4. Okay.